നഹ്മദുല്ലാഹ വനസ്സല്ലി വനസ്സല്ലിമു അലാ റസൂലില്ലാഹി സയ്യിദിനാ വഹബീബിനാ വഇമാമിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ ദിവസം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരു ചെറിയ ഭാഗമാണ് നാം വിശദീകരിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ആദ്യം മുതലേ മനുഷ്യന് അവൻ്റെ ജ്ഞാനമണ്ഡലം വികസിച്ച കാലം മുതലേ ഒരു ഗുരു ആവശ്യമായി വന്നു. ഇത് മനുഷ്യർക്ക് മാത്രം ഉള്ള ഒരു സവിശേഷതയാണ്. എല്ലാ കാര്യങ്ങളിലും മനുഷ്യന് ഒരു വഴികാട്ടി ആവശ്യമാണ്. മറ്റ് ജീവജാലങ്ങൾക്ക് അത് ആവശ്യമില്ല. ഒരു പക്ഷിക്ക് കൂടുണ്ടാക്കാൻ ജന്മസിദ്ധമായ ഒരു കഴിവുണ്ട്. മത്സ്യങ്ങൾക്ക് നീന്താനും മറ്റ് ജീവജാലങ്ങൾക്ക് അവയുടെ ജീവസന്ധാരണം നടത്താനുമെല്ലാം അവരുടെ ഉള്ളിൽ ലീനമായി നിൽക്കുന്ന കഴിവുകളുണ്ട്. അതുകൊണ്ട് ഒരു ജീവിക്ക് അതിൻ്റെ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സഹായിയുടെ, ഗുരുവിൻ്റെ, വഴികാട്ടിയുടെ ആവശ്യമില്ല. ഒരു പക്ഷിയും ഇന്നേ വരെ ഏതെങ്കിലും ഒരു പഠന ക്ലാസ്സിൽ പോയിട്ടല്ല അതിൻ്റെ കൂട് നിർമ്മാണം പഠിച്ചിട്ടുള്ളത്. നെയ്ത്തുകാരൻ എന്ന പക്ഷിയാണ് ലോകത്ത് ഏറ്റവും മനോഹരമായി കൂട് നിർമ്മിക്കുന്ന പക്ഷി. അതിസങ്കീർണമായ എഞ്ചിനീയറിംഗ് മികവിനാൽ അത് ഗംഭീരമാണ്. ആ പക്ഷി അത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സർഗാത്മകതയാണ് അതിൻ്റെ കൂട് നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നത്. രണ്ട് ഭൂഖണ്ഡങ്ങളിലുള്ള നെയ്ത്തുകാരൻ പക്ഷികൾ പരസ്പരം കാണാതെ കൂടുണ്ടാക്കിയാൽ അത് രണ്ടും ഒരുപോലെയായിരിക്കും. ഇതുപോലെ എട്ടുകാലി വല നെയ്യുന്നത് ഉൾപ്പെടെ ലോകത്തുള്ള ഏത് ജീവജാലങ്ങളുടെയും ഭൗതികമായ ജീവിതത്തെ നിർണയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അതിൻ്റെ സ്വാഭാവികമായ, അതിൻ്റെ ഉള്ളിൽ ലീനമായിട്ടുള്ള കഴിവുകളാണ് എന്ന് പറയാം. എന്നാൽ ഇത് മനുഷ്യർക്ക് സിദ്ധമല്ല. ഒരു കുഞ്ഞിന് തൻ്റെ അമ്മ മാറിടത്തിലേക്ക് കുഞ്ഞിനെ എടുത്തുയർത്തി മുലക്കണ്ണി ആ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്താലല്ലാതെ മുലപ്പാൽ കുടിക്കുക സാധ്യമല്ല. ഇത് മറ്റൊരു ജീവജാലത്തിനുമില്ലാത്ത ഒരു ദൗർബല്യവും ദയനീയമായ അവസ്ഥാവിശേഷവുമാണ്. ഒരു കുഞ്ഞ് ശിശു, ഒരു മനുഷ്യ ശിശു കിടന്നെടുത്ത് നിന്ന് ഉറുമ്പ് വന്ന് കടിച്ചാൽ ആ കുഞ്ഞിന് ആകപ്പാടെ സാധിക്കുക നിലവിളിക്കുക മാത്രമാണ്. മറ്റേത് ജീവിയും അവിടെ നിന്ന് ഉരുണ്ട് പരണ്ട് ആ ഉറുമ്പിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഇത്രമാത്രം നിസ്സഹായനാണ് മനുഷ്യൻ പിറക്കുന്ന സമയത്ത്. നടക്കാൻ പഠിപ്പിക്കണം, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം, വെള്ളം കുടിക്കാൻ പഠിപ്പിക്കണം. ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ടാണ് മനുഷ്യ ശിശു അവന്റെ ഭൗതിക ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. മനുഷ്യന് മറ്റൊരാളുടെ സഹായമില്ലാതെ, ഒരു വഴികാട്ടിയുടെ സഹായമില്ലാതെ ഒരു കാര്യവും ശീലിച്ചെടുക്കുക സാധ്യമല്ല എന്നുള്ളതാണത്. ഇത് സാമൂഹിക ജീവി ആയതുകൊണ്ട് മാത്രമുള്ളതല്ല. സാമൂഹിക ജീവി എന്ന അർത്ഥത്തിൽ ഒരുപാട് ജീവികളുണ്ട്. ഇപ്പൊ തേനീച്ച ഒരു സാമൂഹ്യ ജീവിയാണ്, സോഷ്യൽ അനിമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഉറുമ്പ് അക്കൂട്ടത്തിൽപ്പെട്ടതാണ്, ആനകൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. അവർ കൂട്ടമായാണ് ജീവിക്കുന്നത്. പക്ഷെ അവയ്ക്കൊന്നും മറ്റുള്ള ഒന്നിന്റെ സഹായം അനിവാര്യമല്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ സാമൂഹ്യ ജീവി ആയിരിക്കുമ്പോൾ തന്നെ അവൻ മറ്റുള്ളവരുടെ സഹായത്തോടെ ആണ് ജീവിക്കേണ്ടി വരുന്നത്. ഇത് ഭൗതികമായ ജീവിതാവസ്ഥയിൽ ആണെങ്കിൽ ആധ്യാത്മികമായ മറ്റൊരു മാനം കൈവരുമ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ അനിവാര്യമായി തീരുന്നു.
ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒരു ഗുരുവിൻ്റെ സഹായവും മനുഷ്യന് ആധ്യാത്മികമായ മേഖലയിൽ അനിവാര്യമായിത്തീരുന്നു. ഇത് മനുഷ്യാരംഭം മുതലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അറിവ് ആർജിക്കുന്ന കാലം മുതലേ നമുക്ക് കാണാൻ കഴിയും. ഒരാളോട് പോയി ഒരാളുടെ മുന്നിലിരുന്ന് പഠിച്ച് അങ്ങനെ ആ രീതിയിലാണ് മനുഷ്യൻ അവൻ്റെ അറിവിൻ്റെ തൃഷ്ണയെ ശമിപ്പിച്ചിട്ടുള്ളത്, അവൻ്റെ ആധ്യാത്മികമായ അന്വേഷണത്തെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് കാലക്രമത്തിൽ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഗുരുക്കന്മാരുടെ പ്രവർത്തന മേഖല വികസിതമാവുകയും മനുഷ്യ സമൂഹത്തെ അവർ തങ്ങളുടേതായ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയാം, വളരെ ആകർഷണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നു പ്രവാചകന്മാരെല്ലാവരും. ഖുർആനിൽ അത് പറയുന്നുണ്ട്, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക് ഫഅഫു അൻഹും. ഖുർആൻ സൂറ ആല ഇംറാനിൽ നമുക്ക് കാണാം. വളരെ ആകർഷണീയമായ വ്യക്തിത്വമാണ് താങ്കൾക്കുള്ളത്, അല്ലെങ്കിൽ ഇവരൊക്കെ വിട്ടുപോകുമായിരുന്നു. ഈ ആകർഷണീയത പ്രവാചകത്വത്തിന്റെ ഒരു സവിശേഷത കൂടിയാണ്. ഏതൊരു പ്രവാചകനെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവരുടെ വ്യക്തിത്വം അത്രമേൽ ഒരു ഡൈനാമിക് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ളതായിരുന്നു. ആളുകളെ ആകർഷിച്ച് നിർത്തുന്ന ഒരു കാന്തം പോലെ അവർ എക്കാലവും പ്രവർത്തിച്ചു. അങ്ങനെ അവരിലേക്ക് ആളുകൾ അടിഞ്ഞുകൂടുകയും അവരിൽ നിന്ന് വിദ്യ നുകരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് ജ്ഞാനാനുഭവം വെച്ച് കിട്ടുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ സമർപ്പിതരായിരിക്കുകയും ചെയ്തു. ദർസ് എന്ന പ്രയോഗം അങ്ങനെയാണ് ഉണ്ടായത്. ദർസ് എന്ന വാക്കിന്റെ അർത്ഥം മുട്ടോട് മുട്ട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. മുട്ടോട് മുട്ട് ചേർന്നിരുന്ന് അനുഭവങ്ങളുടെ കൈമാറ്റമാണ് ദർസുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു പ്രവാചകനുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഇദ്രീസ് എന്ന വാക്ക് ദർസിൽ നിന്നുണ്ടായതാണ്. ഒരുപക്ഷെ ആദ്യത്തെ അറിയപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ ഇദ്രീസ് നബിയെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് അക്കാലത്ത് 10,000 ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇദ്രീസ് എന്ന പേര് കിട്ടിയത് എന്നാണ് നമുക്കത് കാണാൻ കഴിയും. ഇത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗുരുവിനെ തേടുക എന്നത് ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തേടിയാണ് അവർ പ്രവാചകന്മാരിലേക്ക് എത്തിയത്. ആ പ്രവാചക പരമ്പര എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് വ്യത്യസ്തമല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നിന്റെ വ്യത്യസ്തങ്ങളായ വെളിപ്പെടലുകളാണ് ഈ പ്രവാചകന്മാരുടെ വ്യത്യസ്ത നാമങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഇത് വേദങ്ങളുടെയും കാര്യമാണ്. ഇപ്പൊ തൗറാത്ത് വേറെയാണ്, ഇഞ്ചീല് വേറെയാണ്, ഋഗ്വേദം വേറെയാണ്, ഖുർആൻ വേറെയാണ്, തിരുക്കുറൾ വേറെയാണ്, കൺഫ്യൂഷ്യസിന്റെ വചനങ്ങൾ വേറെയാണ്, ബുദ്ധന്റെ ആഗമങ്ങൾ വേറെയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഒന്നും വേറെയല്ല, എല്ലാം ഒന്നാണ്. ഈ അടുത്ത് ചില ആളുകളൊക്കെ പറയുന്ന കേൾക്കാം, ഈ ഖുർആൻ ഏറ്റവും ലാസ്റ്റ് എഡിഷനാണ്. ഖുർആൻ ലാസ്റ്റ് എഡിഷനാണ്, അതുകൊണ്ട് ലാസ്റ്റ് എഡിഷൻ ആണല്ലോ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക, അതുകൊണ്ട് ഖുർആനാണ് ശരി എന്ന് പറയും. ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് എഡിഷൻ ലാസ്റ്റ് എഡിഷൻ സിദ്ധാന്തം വേദങ്ങളിലില്ല. എന്താണോ തോറ അത് തന്നെയാണ് ബൈബിൾ, അത് തന്നെയാണ് ഖുർആൻ, അത് തന്നെയാണ് ഋഗ്വേദം, അത് തന്നെയാണ് തിരുക്കുറൾ, അത് തന്നെയാണ് കൺഫ്യൂഷ്യസിന്റെ വചനങ്ങൾ, അത് തന്നെയാണ് ബുദ്ധന്റെ ആഗമം, അത് തന്നെയാണ് ഗ്രന്ഥ സാഹിബ്. ഇതെല്ലാം ഒന്നാണ്, ഇതൊന്നും വെവ്വേറെയല്ല. തോറയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അടിസ്ഥാനപരമായി താത്വികമായി ഒരേ തത്വമാണ് ഇഞ്ചീലിൽ പറയുന്നത്. അത് തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. തോറയിൽ അത് സുറിയാനിയിൽ പറയുന്നു, ഖുർആനിൽ അത് അറബിയിൽ പറയുന്നു, ഋഗ്വേദത്തിൽ അത് സംസ്കൃതത്തിൽ പറയുന്നു, തിരുക്കുറളിൽ അത് തമിഴിൽ പറയുന്നു, കൺഫ്യൂഷ്യസിന്റെ വചനങ്ങളിൽ അത് ചൈനീസിൽ പറയുന്നു, ബുദ്ധന്റെ ആഗമത്തിൽ അത് പാലിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാം ഒന്നാണ്, ഒരേ സാധനം വ്യത്യസ്ത ഭാഷകളിൽ പറയുന്നു. അല്ലാതെ ഒന്ന് പഴയ എഡിഷനും ഒന്ന് പുതിയ എഡിഷനും അല്ല. അങ്ങനെ ഒരു എഡിഷൻ സിദ്ധാന്തം വേദങ്ങളിലില്ല. എല്ലാ വേദവും ഒന്നാണ്, ഒരേ തത്വം പറയുന്നു. ഭാഷയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഖുർആൻ പറയുമ്പോൾ ഖുർആനിൽ ഈന്തപ്പന മരം പറയും, അത് ബൈബിളിലേക്ക് പോകുമ്പോൾ അത് ഒലീവ് മരമായിരിക്കും.
അത് ഋഗ്വേദത്തിൽ ആൽമരമായിരിക്കും. ഇതേ വ്യത്യാസമുള്ളൂ. മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിൽ ഒട്ടകം പറയും, ബൈബിളിൽ കഴുതയെ പറയും, ഇന്ത്യയിൽ പശുവിനെ പറയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എന്ന് വെച്ചാൽ ഓരോ സമൂഹത്തിനും മനസ്സിലാകുന്ന പ്രതീകങ്ങൾ, ഓരോ സമൂഹത്തിനും മനസ്സിലാകുന്ന പ്രകൃതി വിന്യാസങ്ങൾ, ഓരോ സമൂഹത്തിനും മനസ്സിലാകുന്ന ബിംബകൽപ്പനകൾ, ഇത്രയേ വ്യത്യാസമുള്ളൂ. തത്വങ്ങളെല്ലാം ഒന്നാണ്. അതുകൊണ്ട് ലാസ്റ്റ് എഡിഷൻ എന്ന വാദമില്ല. ഒരു വേദം മറ്റൊരു വേദത്തെക്കാൾ മുന്തിയതോ താഴ്ന്നതോ അല്ല. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകനേക്കാൾ മേലെയോ താഴെയോ അല്ല. ഒരു ഗുരുവും മറ്റൊരു ഗുരുവിനേക്കാൾ മുന്തിയതോ താഴ്ന്നതോ അല്ല. പിന്നെയോ നമുക്കൊരു ഗുരുവുണ്ട്. ആ ഗുരു നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടയാളാണ്. എല്ലാ പിതാക്കന്മാരും ആദരണീയരാണ്. എൻ്റെ പിതാവ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആദരണീയനാണ്. എല്ലാ ഗുരുക്കന്മാരും ഒരുപോലെ മഹത്വമുള്ളവരാണ്. പക്ഷെ എൻ്റെ ഗുരുവാണ് ആ ഗുരുക്കന്മാരെ ആദരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് എന്നതിനാൽ എൻ്റെ ഗുരു എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു ഗുരുക്കന്മാരെക്കാൾ ആദരണീയരാണ്. എനിക്കൊരു വേദമുണ്ട്, എല്ലാ വേദങ്ങളും സത്യമാണെന്ന് എന്നെ പഠിപ്പിച്ച വേദം. അതുകൊണ്ട് എൻ്റെ വേദം എനിക്ക് കൂടുതൽ ആദരണീയമാണ്. ഇതാണ് നാം സ്വീകരിക്കേണ്ടുന്ന സമീപനം. അതിനാൽ മുഹമ്മദ് നബി നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രവാചകന്മാരെക്കാൾ കൂടുതൽ നമ്മോടടുത്ത് നിൽക്കുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, മറ്റ് പ്രവാചകന്മാരെ ഒരുപോലെ ആദരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച, നമ്മോടടുത്ത് നിൽക്കുന്ന ഗുരുവാകയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടയാളാണ്. ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് ഖുർആനിന്റെ ബലത്തിലാണ്. അതുകൊണ്ട് ഖുർആനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ വേദം. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഖുർആനും മുഹമ്മദ് നബി നമുക്ക് നൽകിയിട്ടുള്ള ശീലങ്ങളും അധ്യാപനങ്ങളും എല്ലാം ഖുർആനിന്റെ തലത്തിലും ബലത്തിലുമാണ് എന്നതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൂടുതൽ ആദരണീയവും കൂടുതൽ പ്രസക്തവുമായിരിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം വാപ്പയെ ആദരിക്കാത്തവൻ ലോകത്തുള്ള മറ്റൊരു പിതാവിനെയും ആദരിക്കാൻ കെൽപ്പുള്ളവനല്ല. സ്വന്തം ഉമ്മയെ മാനിക്കാത്തവൻ ലോകത്തുള്ള മാതാക്കളെ ഒരാളെയും മാനിക്കാൻ പ്രാപ്തരല്ല. അപ്പോ സ്വന്തത്തിൽ നിന്നാണ് തുടങ്ങുക. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി മുഹമ്മദ് നബിയിലേക്ക് വരാം. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പറയാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ. ലോക ഭാഷകൾ മുഴുവൻ തെരഞ്ഞാലും മുഹമ്മദ് നബിയെ വിശേഷിപ്പിക്കാൻ ഒരു വാക്ക്, അൽ ഇൻസാനുൽ കാമിൽ, എ കംപ്ലീറ്റ് മാൻ, ഒരു പൂർണ്ണ മനുഷ്യൻ, ഒരു കുറവുമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യൻ. ഇത് എല്ലാ പ്രവാചകന്മാർക്കും പറ്റിയ വാക്കാണ്. നമ്മുടെ മുന്നിൽ മുഹമ്മദ് നബി ആകയാൽ നമ്മൾ മുഹമ്മദ് നബിക്ക് അത് ചാർത്തി കൊടുക്കുന്നു. മുഹമ്മദ് നബിക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ഔദാര്യം മുഹമ്മദ് നബിയോട് കാണിക്കുന്നല്ല. മുഹമ്മദ് നബിയിലുള്ള ആ പൂർണ്ണത നാം അനുഭവിക്കുന്നു എന്നാണ്. മുഹമ്മദ് നബി എപ്പോഴാണ് അപൂർണനാകുന്നത്? നമ്മൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോഴാണ്. ഇത് നമ്മുടെ വാക്കിന്റെ പ്രശ്നമാണ്, നമ്മുടെ അറിവിന്റെ പ്രശ്നമാണ്. നമ്മൾ ഏതൊന്നിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുവോ അപ്പോൾ അത് അപൂർണമായി തുടങ്ങും. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞ് അപൂർണനാക്കും. കാരണം ആ മഹാദിവ്യ ശക്തിയുടെ, ആ മഹാശക്തിയുടെ സംവിധാനത്തിന്റെ പൂർണ്ണതയെ നിങ്ങൾ പഠിച്ച വാക്കുകളിൽ ആവാഹിക്കുക സാധ്യമല്ല. നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ, നാം ഉപയോഗിക്കുന്ന പദാവലികളുടെ എല്ലാ മാനങ്ങളും എടുത്തു വെച്ചാലും ഒരിക്കലും നമുക്ക് അത് പൂർണ്ണമാക്കുക സാധ്യമല്ല. അപ്പോ ഏതൊരു വസ്തുവിനെ, ഏതൊരു കാര്യത്തെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിക്കുന്നയാളുടെ തലത്തിലേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് അപൂർണമാകും. ഇവിടെയാണ് ബുഖാരിക്കൊക്കെ തെറ്റുപറ്റിയത്. ബുഖാരി മുഹമ്മദ് നബിയെ പ്രകീർത്തിക്കാൻ തുടങ്ങി. പ്രകീർത്തിച്ച് അത് അപകീർത്തിയായി മാറി. മുസ്ലിമും അങ്ങനെയാണ് ചെയ്തത്. മുഹമ്മദ് നബി അൽ ഇൻസാനുൽ കാമിലാണ്,
സമ്പൂർണ്ണ മനുഷ്യനാണ്. ഏത് ഭാഗത്തൂടെ നോക്കിയാലുമുള്ള സമ്പൂർണത, തികഞ്ഞ മനുഷ്യൻ. ഈ സമ്പൂർണത എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മളത് ഭൗതികമായ മാനദണ്ഡത്തിൽ എടുത്തു കളയും. അങ്ങനെ നമ്മൾ മുഹമ്മദ് നബി സുന്ദരനാണെന്ന് പറയും. മുഹമ്മദ് നബി സുന്ദരനാണോ? സൗന്ദര്യമാണോ പൂർണ്ണതയുടെ മാനദണ്ഡം? ബാഹ്യ സൗന്ദര്യം, ആകാര സൗന്ദര്യമാണോ പൂർണ്ണതയുടെ മാനദണ്ഡം? ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ എഴുതി വെക്കും മുഹമ്മദ് നബി സുന്ദരനായിരുന്നു. സൗന്ദര്യം പൂർണ്ണതയുടെ മാനദണ്ഡമാണത്രേ. സൗന്ദര്യം എങ്ങനെയാണ് പൂർണ്ണതയുടെ മാനദണ്ഡമാവുക? കാക്കയെ സൃഷ്ടിച്ചവനും മയിലിനെ സൃഷ്ടിച്ചവനും കുയിലിനെ സൃഷ്ടിച്ചവനും കുരുവിയെ സൃഷ്ടിച്ചവനും ഇതിലേതിനാണ് പൂർണ്ണത? മയിലാണ് പൂർണ്ണം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കുയിലോ? മയിലാണ് പൂർണ്ണമെങ്കിൽ കുയിൽ അപൂർണമല്ലേ? ഇവിടെ മനുഷ്യൻ ഭൗതികമായ സൗന്ദര്യത്തിന്റെ, ആകാരപരമായ സൗന്ദര്യത്തിന്റെ അന്തമില്ലായ്മയിൽ പൂർണ്ണത തേടുന്നു എന്നുള്ളതാണ്. എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? മുഹമ്മദ് നബി അത്ര സുന്ദരനൊന്നുമല്ല. മുഹമ്മദ് നബി സുന്ദരനാണ്, സൂര്യനെ പോലെ. സൂര്യനെ പോലെയാണ്. സൂര്യന്റെ സൗന്ദര്യം ആകാരത്തിലല്ല, അത് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ തീക്ഷ്ണതയിലാണ്. മുഹമ്മദ് നബി അങ്ങനെ പൂർണ്ണനാണ്. മുഹമ്മദ് നബി ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രന്റെ സൗകുമാര്യം കൊണ്ടല്ല, മറിച്ച് ചന്ദ്രൻ ഈ ലോകർക്കാകെ ഒഴുക്കുന്ന പാൽനിലാവിന്റെ അഴക് കൊണ്ടാണ് പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് നബി. അപ്പൊ ബാഹ്യാകാരത്തിലല്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ആകാരത്തെ എന്തോ ഒരു സുന്ദരമാക്കുന്നതിന് വേണ്ടി മനുഷ്യന്മാർ വെറുതെ പണിയെടുക്കുന്നുണ്ട്. അത് സൗന്ദര്യം പൂർണ്ണതയുടെ ഘടകമേ അല്ല. പിന്നെ മുഹമ്മദ് നബി ഖുറൈശിയാണ് എന്നുള്ളതാണ്. ഖുറൈശിയും മുഹമ്മദ് നബിക്ക് പൂർണ്ണത നൽകുന്നതല്ല, ഖുറൈശിത്വത്തിന് പൂർണ്ണത നൽകിയവൻ മുഹമ്മദ്. അങ്ങനെയാണ്. മാ മദ്ദഹ്തു മുഹമ്മദൻ ബി മഖാലത്തി വലാകിൻ മദ്ദഹ്തു മഖാലതൻ ബി മുഹമ്മദി എന്ന് പറഞ്ഞതുപോലെ, ഞാൻ ലേഖനം എഴുതിയിട്ട് മുഹമ്മദിനെ പുകഴ്ത്തുകയല്ല, മറിച്ച് മുഹമ്മദിനെ കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ എന്റെ ലേഖനം മഹത്തരമാവുകയായിരുന്നു. മുഹമ്മദ് ഖുറൈശിയിൽ ജനിച്ചതുകൊണ്ട് വലിയ മുഹമ്മദ് മഹാനായതല്ല, മറിച്ച് മുഹമ്മദ് ഖുറൈശിയിൽ ജനിച്ചതുകൊണ്ട് ഖുറൈശി എന്ന് പറയുന്ന ഗോത്രമാണ് മഹത്തരമായത്. തിരിച്ചാണ്. നമ്മൾ ഖുറൈശിത്വത്തിന് എന്തോ ഉണ്ടെന്ന് പറയും. ഖുറൈശിത്വത്തിനൊന്നുമില്ല. ഈഴവ സമൂഹത്തിൽ ജനിച്ചതാണോ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വം? അല്ല. പിന്നെയോ ഈ ശ്രീനാരായണ ഗുരു അതിൽ ജനിച്ചു എന്നുള്ളത് അവർക്കൊരു വിലാസം കിട്ടി. ഗുരു എപ്പോഴും ഗുരുവാണ്. മുഹമ്മദ് എപ്പോഴും മുഹമ്മദാണ്, വാഴ്ത്തപ്പെട്ട പ്രകാശം. ഇപ്പൊ മുഹമ്മദ് നബി ഖുറൈശി ഗോത്രത്തിൽ ജനിച്ചു എന്ന് വലിയ വായിലും പ്രസംഗിക്കും. ഖുറൈശി ആരാ? ഖുറൈശി എന്ന് പറയുന്ന ഒരു കുടുംബ പേര്, ഒരു ഗോത്രപ്പേര്. അതിനൊരു മഹത്വം ഇല്ല. മുഹമ്മദ് എന്ന് പറയുന്ന വെളിച്ചം അവിടെ ഉദിച്ചപ്പോ ഖുറൈശ് എന്ന് പറയുന്ന ഒരു വിലാസം ഉണ്ടായി, അവർക്കൊരു അഡ്രസ് ഉണ്ടായി. അല്ലാതെ ഖുറൈശി തറവാട്ടിൽ ജനിച്ചത് മുഹമ്മദ് നബിയുടെ ഒരു മഹത്വമേ അല്ല. അതെങ്ങനെ മഹത്വമാകും? ആമിനയുടെ ജീവിതം സാർത്ഥകമായത് ആ ദിവ്യപ്രകാശം ആമിനയുടെ വയറ്റിലേക്ക് വന്നപ്പോഴാണ്. അങ്ങനെയാണ് ആമിന. അല്ലെങ്കിൽ ലോകത്ത് എത്ര ആമിനമാരുണ്ട്? ഈ ആമിനയായത് മുഹമ്മദിനെ ഗർഭം ധരിച്ചപ്പോഴാണ്. മുഹമ്മദിനെ പ്രസവിച്ചപ്പോഴാണ്. മുഹമ്മദിനെ ലോകത്തിന് സമ്മാനിച്ചപ്പോഴാണ്. അങ്ങനെയാണ്. ഒരു പെട്ടിയും മഹത്തരമല്ല, ആ പെട്ടിയിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള വസ്തു മഹത്തരമാകുന്നത് വരെ. അല്ലെങ്കിൽ എത്ര പെട്ടികളുണ്ട് ഈ ലോകത്ത്? ഒരു പെട്ടിയും മഹത്തരമല്ല. നിങ്ങളൊരു ഗിഫ്റ്റ് ബോക്സ്, അതിനകത്തിരിക്കുന്ന ഗിഫ്റ്റാണ് അതിനെ പ്രസക്തമാക്കുന്നത്, പ്രധാനപ്പെട്ടതാക്കുന്നത്. ആമിന ഈ ലോകത്ത് വിലാസമുള്ളവളാകുന്നത്, ആമിന ഈ ലോകത്ത് എണ്ണപ്പെടുന്നത് മുഹമ്മദിന്റെ മാതാവ് എന്ന വിലാസത്തിലാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. തിരിച്ചുകൊണ്ട് ഇപ്പൊ ഈസയ്ക്കുള്ള വിലാസം മേരിയുടെ വിലാസമാണ്, തിരിച്ചാണ്. മുഹമ്മദാണ് ആമിനയ്ക്ക് വിലാസമായി തീർന്നതെങ്കിൽ ഈസയ്ക്ക് വിലാസമായി തീർന്നത് മേരിയാണ്. അത് തിരിച്ചാണ്. ഈസ ഇബ്നു മറിയം. മേരി ഇല്ലെങ്കിൽ ഈസ ഇല്ല, മുഹമ്മദ് ഇല്ലെങ്കിൽ ആമിന ഇല്ല. തിരിച്ചാണ് രണ്ടും. അപ്പൊ ഈസയുടെ മഹത്വം മേരിയിൽ നിന്ന് ലഭിച്ചതാണ്.
ഈസയുടെ മഹത്വം മാത്രമല്ല, ഈസയുടെ പ്രകാശം, ഈസയുടെ ജ്ഞാനം, ഇതെല്ലാം മേരിയിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് മറിയം പ്രവാചകന്മാർക്ക് മാതൃകയായി വാഴ്ത്തപ്പെടുന്നത്. ഈ ലോകത്ത് അങ്ങനെ ഒരു സ്ത്രീ, പ്രവാചകന്മാർക്ക് പോലും മാതൃകയായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു സ്ത്രീ, അതാണ് മറിയം, മേരി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. മുഹമ്മദ് എല്ലാവർക്കും വിലാസം നൽകുന്നു എന്നുള്ളതാണ്. ആ വിലാസത്തിലൂടെയാണ് ഈ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്, മുഹമ്മദ് എന്ന കണ്ണടയിലൂടെ. അപ്പൊ നമുക്കുള്ളൊരു കണ്ണട ഏതാണ്? നമ്മുടെ കണ്ണട മുഹമ്മദ് എന്ന കണ്ണടയാണ്. അതാണ് നമുക്ക് ദർശനം നൽകുന്നത്. അതിലൂടെയാണ് നാം എല്ലാം നോക്കിക്കാണുന്നത്. നമുക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ സാധിക്കുന്നത്, സത്യവും അസത്യവും നമുക്ക് ബോധ്യപ്പെടുന്നത്, നമുക്ക് ഉണ്മയും ഇല്ലായ്മയും എല്ലാം ബോധ്യപ്പെടുന്നത് മുഹമ്മദ് എന്ന കണ്ണടയിലൂടെയാണ്. ആ കണ്ണടയാണ് ഗുരു. ഗുരു എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന കണ്ണടയുടെ പേര് കൂടിയാണ്. ഇലാമപ്പഴം ഭക്ഷിച്ച് അന്ധരായി പോയ ഒരു ലോകത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്, ഗുരു എന്ന സിനിമ. അങ്ങനെ അന്ധരായ ലോകത്തിന് കണ്ണട വെച്ചു കൊടുക്കുന്ന ഒരു ഗുരുവുണ്ട്, കാഴ്ച നൽകുന്ന ഒരു ഗുരുവുണ്ട്, സത്യത്തിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന ഒരു ഗുരുവുണ്ട്. ഇങ്ങനെ സത്യത്തിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന ഗുരുവാണ് മുഹമ്മദ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഗുരുസങ്കല്പമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ നാം ഗുരുവിനെ നാം വിസ്മരിക്കുകയും നമുക്ക് പള്ളിയിലെ ഒരു ഇമാമിനെ നാം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മുഹമ്മദ് നമുക്ക് പള്ളിയിലെ ഇമാമാകുന്നത്, നമ്മുടെ മുന്നിൽ നിസ്കരിക്കുന്ന ഒരു മുല്ലയായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മോട് ഫിഖ്ഹിന്റെ മസ്അല പറയുന്ന, ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോമ്പുകാരൻ വിസർജിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ബാത്റൂമിൽ പോലും വന്ന് മുഹമ്മദ് നമ്മുടെ വിസർജനത്തെ നിയന്ത്രിക്കുന്ന ആളായിത്തീരുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ഒരു കഷ്ടമാണ്. നമ്മുടെ ഗുരു നമ്മുടെ വിസർജന സ്ഥലത്ത് വരിക, ഗുരു നമ്മുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ വരിക, എന്നിട്ട് അവിടെയൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പിടുത്തമായി തീരുക. ഇത് ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ്. ഈ മുസ്ലിയാക്കന്മാർക്ക് അത് തിരിയൂല. അങ്ങനെയാണ് നമ്മുടെ കിടപ്പുമുറികളിലേക്ക് മുഹമ്മദിനെ പറഞ്ഞയക്കുന്നത്. മുഹമ്മദ് നമ്മുടെ അധ്യാത്മ ലോകത്തിന്റെ പ്രകാശമായിരിക്കണം, നമ്മെ സമൂലാഗ്രം നയിക്കുന്ന ഒരു വിളക്കായി മാറണം. അങ്ങനെ വരുമ്പോ സൂര്യനിൽ നിന്ന് വേർപെട്ട പ്രകാശമല്ല പ്രകാശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ഈ പ്രകാശമാണോ സൂര്യനാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പ്രകാശം തന്നെയാണ് സൂര്യൻ. നമ്മളിവിടെ കാണുന്ന ഈ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശം തന്നെയാണ് സൂര്യൻ. ഈ ബൾബിൽ നിന്ന് ഈ ലൈറ്റിനെ നിങ്ങൾക്ക് വ്യത്യസ്തപ്പെടുത്താൻ കഴിയുമോ? ബൾബാണോ ലൈറ്റാണോ എന്നുള്ളതാണ്. സൂര്യനിൽ നിന്ന് പ്രകാശത്തെ വേർപ്പെടുത്താൻ കഴിയില്ല, അള്ളാഹുവിൽ നിന്ന് മുഹമ്മദിനെ വേർപ്പെടുത്താൻ കഴിയില്ല. രണ്ടും രണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഈ പ്രകാശം എവിടുന്ന് വരുന്നു? മുഹമ്മദിൽ നിന്ന് വരുന്നു. മുഹമ്മദ് എവിടുന്ന് വരുന്നു? അള്ളാഹുവിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ പ്രകാശത്തിന്റെ ഉറവിടം അള്ളാഹുവാണ്, പ്രകാശത്തിന്റെ ഉറവിടം മുഹമ്മദുമാണ്. അതുകൊണ്ടാണ് ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന് നമ്മൾ പറയുന്നത്. നീ വസിക്കുന്ന വീട്ടിൽ പിന്നെ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ മുസ്ലിയാക്കന്മാർ പറയും മുഹമ്മദ് നബി ചിരിച്ചാൽ അവിടെ ബൾബ് കത്തിയതുപോലെയാണെന്ന് പറയും. ഇങ്ങനെയാണ് പറയുക. ഇവരെല്ലാം ഭൗതികമായി വായിക്കുന്നു, ആക്ഷരികമായി വായിക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് നബി ഔഷധമാണെന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ മുടിയിട്ട വെള്ളം കുടിച്ചാൽ വയറുവേദന മാറുമെന്ന് ഇവർ പറഞ്ഞേക്കും. ഇങ്ങനെയാണ്. മുഹമ്മദ് നബി ഔഷധമാണ്. ഏതിന്റെ ഔഷധം? സർവ്വതിന്റെയും ഔഷധം. സകല രോഗങ്ങളുടെയും സകല ദുരിതങ്ങളുടെയും സകല ദുഃഖങ്ങളുടെയും ശമനിയാണ് മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറയുന്ന പാനീയത്തെ കുറിച്ച് ഇഖ്ബാൽ പറയുന്നുണ്ട്, മദീനയിലെ ലഹരി പകർന്നു തരുന്നവൻ, മദീനയിലെ ലഹരി പകർന്നു തരുന്നവൻ എന്ന് ഇഖ്ബാൽ പറയുന്നുണ്ട്. മുഹമ്മദ് ലഹരിയാണ്, മുഹമ്മദ് മദ്യമാണ്,
മുഹമ്മദ് മദ്യം നിറച്ച ചഷകമാണ്, മുഹമ്മദ് ഔഷധമാണ്. പക്ഷേ ഇവര് പറയുന്ന ഔഷധമല്ല. അതുകൊണ്ടാണ് മുടിയിട്ട വെള്ളം കുടിച്ചാൽ വയറുവേദന മാറും എന്ന് പറയുന്നത്. മുഹമ്മദിന്റെ പേര് കേട്ടാൽ തന്നെ വയറുവേദനയല്ല, എല്ലാ അസുഖങ്ങളും മാറുമല്ലോ. ആ നാമം തന്നെ മതിയല്ലോ. അപ്പോ ഭൗതികമായിട്ട് മുഹമ്മദിനെ വായിച്ചാൽ അത് കേവലമായ മജ്ജയും മാംസവുമുള്ള ഒരു 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 മനുഷ്യ ആകാരം മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നാൽ മുഹമ്മദിനെ നിങ്ങൾ ആധ്യാത്മികമായി വായിക്കുമ്പോൾ, പ്രകാശമായി വായിക്കുമ്പോൾ, മുഹമ്മദിനെ ജ്ഞാനമായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വായിച്ചാൽ ഒടുങ്ങാത്ത ഒരു പുസ്തകത്തിന്റെ, വായിച്ചാൽ തീരാത്ത ഒരു ജ്ഞാനത്തിന്റെ, ചുരുട്ടിയാൽ ഒരിക്കലും അറ്റം കാണാൻ സാധിക്കാത്ത ഒരു ആകാശത്തിന്റെ നാമമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജ്ഞാനമാണ്. നാം അറിവാകുന്നു എന്ന് നാരായണ ഗുരു പറയുന്നുണ്ട്. നാം അറിവാകുന്നു എന്ന് പറയുന്നുണ്ട്. അറിവാണ് മുഹമ്മദ്. അറിവായിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ അറിവെന്ന് പറയുന്നത് കേവലമായ ഇൻഫർമേഷൻ എന്ന അർത്ഥത്തിലല്ല, അത് പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അറിവുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ അറിവുകളെ നമുക്ക് പലതായിട്ട് ഭാഗിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് പ്രണയത്തിന് കടന്നു വരാൻ സാധിക്കുന്നതിന് ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരാളോട് പ്രണയം തോന്നുന്ന എപ്പോഴാണ്? നമുക്കിഷ്ടപ്പെടുന്ന എന്തോ ഒരു ഘടകം അയാളിൽ ഉണ്ടാകുമ്പോൾ. അത് പലപ്പോഴും ബാഹ്യമായിരിക്കും. മനുഷ്യന്റെ പ്രണയം എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും ബാഹ്യമായ ഇഷ്ടത്തെയാണ്. സ്നേഹത്തിന് പല തലങ്ങളുണ്ട്. പ്രിയം, ഇഷ്ടം, സ്നേഹം, പ്രേമം, രാഗം, പ്രണയം, ലയനം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട് പ്രണയത്തിന്. നമ്മൾ പ്രിയം തോന്നിയാൽ തന്നെ നമ്മൾ വിചാരിക്കും അത് പ്രണയമാണെന്ന് വിചാരിക്കും. പ്രണയം എന്ന് പറയുന്നത് ഞാനും പ്രണയിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമില്ല എന്ന ഒരു ബോധ്യത്തിലെത്തുമ്പോഴാണ്, തീർപ്പിലെത്തുമ്പോഴാണ്. ആ പ്രണയിക്കപ്പെടുന്നത് കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവിലെത്തുമ്പോഴാണ്. ഏതൊന്നിനെയാണോ നമ്മൾ പ്രണയിക്കുന്നത് അതില്ലാതെ എനിക്ക് ജീവിക്കുക സാധ്യമല്ല, എൻ്റെ ജീവിതം അസാധ്യമാണ് എന്ന് തീർപ്പിലെത്തുമ്പോഴാണ്, എന്നൊരു ബോധ്യത്തിലെത്തുമ്പോഴാണ് അത് പ്രണയമാണ്. അതുവരെ അത് ഇഷ്ടമാണ്, അത് സ്നേഹമാണ്, അത് പ്രിയമാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോ അതില്ലാതെ എനിക്ക് ജീവിക്കുക സാധ്യമല്ല എന്ന ഒരു ബോധ്യമുണ്ടാകണം. അതാണ് പ്രണയം. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്ന വളരെ അപൂർവമായ പ്രണയബന്ധങ്ങളെ ഈ ലോകത്തുണ്ടാവുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദാണ്. മുഹമ്മദില്ലാതെ നമുക്ക് ജീവിതമില്ലല്ലോ, അറിവില്ലല്ലോ. നാം അന്ധകാരത്തിൽ പെട്ടുപോകില്ലേ? നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകില്ലേ? ഈ വർണ്ണങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകില്ലേ? നമുക്ക് ഈ കാണുന്ന സൗന്ദര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത വിധം നാം പൂർണ്ണമായും ആർദ്രതയില്ലാത്ത അല്ലെങ്കിൽ ആസ്വാദനമില്ലാത്തവരായി പോവില്ലേ? നമ്മുടെ കാതിരികൾ ബധിരമായി പോവില്ലേ? ഒരു ശബ്ദവും കേൾക്കാൻ കഴിയാത്ത വിധം. അങ്ങനെ മുഹമ്മദ് നമ്മുടെ പ്രണയത്തിന്റെ ചാലകമായി വർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പ്രണയം തീർക്കുന്ന, നാം പ്രണയത്തിൽ അലിഞ്ഞു ചേരുന്ന, നാം പ്രണയമായി തീരുന്ന. അങ്ങനെയാണ് പ്രണയിക്കുക എന്ന് വെച്ചാൽ നാം പ്രണയമായി തീരുക എന്നുള്ളതാണ്. അതാണ് ലൈലയുടെയും ഖൈസിന്റെയും കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഖൈസിന് മറ്റൊരു പേരുള്ളത് മജ്നു എന്നാണ്. മജ്നു എന്നാൽ ഉന്മാദി എന്നാണ് അർത്ഥം. പ്രണയത്താൽ ഉന്മാദിയായി തീർന്നവൻ എന്നാണ്. ഇവിടെ ലൈല മുഹമ്മദാണ്. അപ്പോ പ്രണയത്തിന്റെ ഏത് തലങ്ങൾ വെച്ച് നോക്കിയാലും പ്രണയിക്കപ്പെടാൻ സർവ്വഥാ യോഗ്യനായ ഒരു ഗുരുവാണ് മുഹമ്മദ്. ഇത് നമുക്ക് നാരായണ ഗുരുവിലും കാണാം കേട്ടോ. ഇത് രമണ മഹർഷിയിലും കാണാം. ഇത് നമുക്ക് ഗുരുനാനാക്കിൽ കാണാം. ഇത് യേശുവിലും കാണാം. അതുകൊണ്ടാണ് അവർക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടി നിന്നത്. യേശു തൊട്ടപ്പോ രോഗം മാറി നമ്മൾ പറയും. അതൊരു അത്ഭുത പ്രവൃത്തിയാണെന്ന് നമ്മൾ വിചാരിക്കും. അത്ഭുത പ്രവൃത്തിയല്ല, അത് പ്രണയത്തിന്റെ മാസ്മരികതയാണ്. നിങ്ങൾ അത്യധികം അങ്ങനെ അത്രമാത്രം പ്രണയിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് സ്പർശിക്കുമ്പോൾ അയാളിലുള്ളതെല്ലാം, അയാളിലുള്ള സകല ദുഃഖങ്ങളും അലിഞ്ഞില്ലാതാകും, സൂര്യനെ കണ്ട മഞ്ഞുപോലെ. അത് പ്രണയത്തിന്റെ തീക്ഷ്ണതയാണ്. സാരമില്ലെന്നൊരു വാക്കുമതി സകല ദുരിതങ്ങളും തീർന്നു പോകാൻ. അത് പ്രണയത്തിന്റെ സാക്ഷാത്കാരമാണ്. അങ്ങനെയാണ് യേശു പരിവർത്തിപ്പിച്ചത്. യേശു ഈ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നൊരു കഥയുണ്ട്. യേശു മാത്രമല്ല, ഏത് പ്രണേതാവിനും സാധിക്കും അത്.
ഒരു പ്രണേതാവ് വെറും പച്ചവെള്ളം തൻ്റെ പ്രണയിനിക്ക് നൽകിയാൽ അത് മധുരമുള്ള തേനായിട്ട് അയാൾക്കത് അനുഭവപ്പെടും, അല്ലെങ്കിൽ അവൾക്കത് അനുഭവപ്പെടും. ഇത് പ്രണയത്തിൻ്റെ ശക്തിയാണ്. അത് യേശുവിലും ഉണ്ടായ ശക്തി അങ്ങനെ തന്നെയാണ്. ഇതാണ് മുഹമ്മദ് നബി സാധിച്ചത്. സാരമില്ലെന്ന് പറയുമ്പോൾ എല്ലാം മറന്ന് വീണ്ടും ദുരിത പർവ്വത്തിലേക്ക് എടുത്തു ചാടുന്നതിന് അവരെയൊക്കെയും അങ്ങനെയല്ലേ. സുമയ്യ മരിച്ചപ്പോൾ, അമ്മാർ യാസർ മരിച്ചപ്പോൾ, ഹബ്ബാബിനെ മുറിവേറ്റപ്പോൾ ഒക്കെ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് അവർ വേദനയോടെ വന്നിട്ട് ഒന്നുമില്ല, പക്ഷെ പുഞ്ചിരിയോടെ തിരിച്ചു പോകുന്നത് മുഹമ്മദ് നബിയുടെ. ഇതിന് ഒരു നല്ലൊരു ഉദാഹരണമുണ്ട്. മദീനക്കാർ ഒരിക്കൽ പ്രവാചകന്റെ മുന്നിൽ അവരുടെ പ്രയാസങ്ങളുടെ ആവലാദികൾ മുഴുവൻ കെട്ടഴിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മുഹമ്മദ് നബി അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ, നിങ്ങൾക്ക് അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ അവരവരുടെ ദുഃഖങ്ങൾ മുഴുവൻ മറന്നു പോവുകയും ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്തു എന്നാണ്. ഇത് സംഭവിക്കുന്ന സംഭവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പ്രണയത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പൊ പറഞ്ഞു വരുന്നത്, മുഹമ്മദിലേക്കുള്ള നമ്മുടെ ഭാവം പ്രണയത്തിൻ്റെ ഭാവമാണ്. അത് ഭയത്തിൻ്റെയോ ഭക്തിയുടെയോ ഒന്നുമല്ല. ഈ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഭാവമാണ് ഗുരുക്കന്മാരോട് നമുക്കുണ്ടാകേണ്ടത്. അതാണ് മുഹമ്മദിനോട് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും പറ്റാത്ത പ്രണയത്തിൻ്റെ ഒരു മാസ്മരികതയാൽ നമ്മളും മുഹമ്മദും തമ്മിൽ ബന്ധിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിന്റെ വാക്കുകൾ നമുക്ക് അമൃതായി അനുഭവപ്പെടുന്നത്. മുഹമ്മദിന്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ബുഖാരിയാണെന്ന് വിചാരിക്കരുത്. അത് ഖുർആനാണ്. മുഹമ്മദിന്റെ വാക്കുകളാണ് ഖുർആൻ. അള്ളാഹുവിന്റെ വചനങ്ങൾ മുഹമ്മദിലൂടെ അവതീർണമായത്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഹമ്മദിലൂടെ ഊർന്നു വന്നത്. ഇപ്പൊ E=mc² എന്ന് ഐൻസ്റ്റൈൻ പറയുമ്പോൾ അത് ഐൻസ്റ്റൈന്റെ വചനമല്ല, ഐൻസ്റ്റൈനിലൂടെ വന്നതാണ്. അത് പ്രകൃതിയുടെ രഹസ്യമാണ്. E=mc² എന്ന് പറയുന്ന സൂത്രവാക്യം ഈ പ്രകൃതിയിൽ പണ്ടുപണ്ടേ ഉള്ളതാണ്. അത് ഐൻസ്റ്റൈനിലൂടെ വന്നതാണ്. അവിടെ ഐൻസ്റ്റൈൻ ഒരു മെസ്സഞ്ചറാണ്, അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ ഒരു കണ്ടെത്തിയ ഒരാൾ മാത്രമാണ്. ഇവിടെ മുഹമ്മദ് നമ്മോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൽ എല്ലാ കാലവും ഒളിഞ്ഞു നിൽക്കുന്ന ഒരു നിഗൂഢമായ ഒരു രഹസ്യ സൂത്രത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ഐൻസ്റ്റൈന്റെ പേരാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അത് E=mc² പോലെയാണത്. ഇങ്ങനെയാണ് ഈ രാസത്വരകം, അറിവിന്റെ ഒരു രാസത്വരകമുണ്ട്, അറിവിന്റെ ഒരു സൂത്രവാക്യമുണ്ട്. അറിവിന്റെ സൂത്രവാക്യങ്ങളുടെ പേരാണ് ഖുർആൻ. അത് മുഹമ്മദിലൂടെയാണ് നമുക്ക് വെളിപ്പെട്ടത്. അലാ ഖൽബിക, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്, നസ്സലഹു അലാ ഖൽബിക, നിന്റെ തിരുഹൃദയത്തിലേക്ക് അത് ഊർന്നിറങ്ങി. നമ്മൾ വിചാരിക്കും ജിബ്രീൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് മുഹമ്മദ് നബിയോട് ഇഖ്റ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇഖ്റ എന്നത് മുഹമ്മദ് നബി കേട്ടു, എന്നിട്ട് അത് വായിച്ചു, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ജിബ്രീൽ എന്ന് പറയുന്നത് ഒരു ഊർജ പ്രവാഹത്തിന്റെ നാമമാണ്. ആ ഊർജ പ്രവാഹം മുഹമ്മദ് എന്ന് പറയുന്ന മഹാപുരുഷന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ആണ് ഒന്നിച്ച് ഒരു പ്രവാഹം പോലെ വന്ന് പതിക്കുന്നത്. ആ പ്രവാഹത്തിന്റെ ചൈതന്യത്തിലാണ് മുഹമ്മദ് വിളിച്ചു പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളല്ല, അത് ഒരൊറ്റ വ്യക്തിയിലേക്ക് ഈ പ്രപഞ്ചം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ സംഭവിച്ചതാണ്. അപ്പോ ഗുരുവായ മുഹമ്മദ്, ഈ ഒരു തലത്തിൽ നാം പ്രവാചകനെ സ്വീകരിക്കുക. ഗുരുവായ മുഹമ്മദ്, ഗുരുക്കന്മാരുടെ ഗുരു എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയ ശബ്ദമാണെങ്കിലും വലിയ തലങ്ങളും മാനങ്ങളും അർത്ഥങ്ങളുമാണ് അതിനുള്ളത്. നമ്മുടെ കാലുകൾക്ക് ചലനശേഷി നൽകുന്നവൻ, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയായി തീരുന്നവൻ, നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമായി മാറുന്നവൻ, ഇതാണ് ഗുരു. നാം ഒരു വാക്ക് പറയുന്നു, ഈ വാക്കിന്റെ ഉള്ളിൽ ഒരു പൊരുള് നിറയുന്നത് ഗുരുവിന്റെ കാരുണ്യത്താലാണ്. ഇപ്പൊ ഞാനിവിടെ നിന്നിട്ട് നിങ്ങളോട് ഈ വർത്തമാനം പറയുന്നത്, നിങ്ങൾക്ക് ഈ വർത്തമാനം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊക്കെ ആ ഗുരു നമ്മിലേക്ക് പതിപ്പിച്ച ചൈതന്യത്തിന്റെ ബലത്തിലാണ്.
ഇവിടെയാണ് നമ്മളും മുഹമ്മദും തമ്മിലുള്ള ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ പാരമ്യത്തിലാണ് എന്നർത്ഥം. അപ്പോഴാണ് നമുക്ക് ആരാണ് പ്രധാനി എന്ന ചോദ്യം ഉദിക്കുന്നത്. അള്ളാഹു ആണോ മുഹമ്മദാണോ എന്ന ചോദ്യം ഉദിക്കുന്നത്. ആരാണ് പ്രധാനി? അള്ളാഹു ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്നത്, സൃഷ്ടിച്ചത്, സംഹരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും നമുക്ക് നൽകിയത്, അനുഭവം നമുക്ക് നൽകിയത് മുഹമ്മദ് ആകയാൽ മുഹമ്മദ് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടയാളായിത്തീരുന്നത്. ആ അർത്ഥത്തിൽ ഗുരുവിനെ കാണുക എന്നുള്ളതാണ് പ്രധാനം. സർവ്വതിനേക്കാളും മീതയായി നിൽക്കുന്ന ഒരു ഗുരുസങ്കല്പത്തിലാണ് പ്രവാചകൻ ആരാണ് എന്ന ഒരറിവ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയണം, മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എനിക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മഹാസത്യത്തെ അതിൻ്റെ ഏറ്റവും ചെറിയ അർത്ഥത്തിലെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ജീവചൈതന്യം എൻ്റെ ഉള്ളിലുണ്ടാകണം. നമ്മൾ ഒരു മാംസകഷ്ണത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ മാംസത്തിൽ ജീവൻ ഉണ്ടാകണം. ആ ജീവന്റെ പേരാണ് മുഹമ്മദ്. ഈ സ്വഭാവത്തിൽ നമുക്ക് മുഹമ്മദിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന വാക്യം നമ്മുടെ ഉള്ളിൽ വിളക്കായി തെളിയും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിച്ചു തുടങ്ങും. അല്ലെങ്കിൽ അത് വെറും ഒരു മുദ്രാവാക്യം പോലെ, ബാങ്ക് വിളിക്കുമ്പോഴുള്ള ഒരു ശബ്ദം പോലെ ആയി അത് മാറും എന്നുള്ളതാണ്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം.